വല്ല ദേഷ്യത്തിലാണല്ലോ. കാര്യം പറയാം. മോളെ വെച്ചു എന്താ എന്താ അമ്മേ? ഇങ്ങനെ വിഷമിക്കാതെ മനുഷ്യ, അനിയൻകുട്ടനോട് കാര്യം പറ. അവൻ എന്തെങ്കിലും വഴി കാണും. കയറി പോയത് കണ്ടില്ലേ, പിന്നെ ഇങ്ങനെ പറയാ. ഫുൾ ടൈം ഫോൺ കളിയല്ലേ? ഇവിടെ ഇരിക്കടി. എനിക്ക് എന്റെ വീട്ടിൽ പോണ മനുഷ്യ. എന്താടി ഇന്നെന്താ പ്രശ്നം? താഴെ ഇരിക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ഇയാളെ ഏട്ടൻ, അയാൾ കൊണ്ടാക്ക് നാണം കിട്ടുപോയി. നാശം. എത്ര ആൾക്കാരെ അയാളെ തപ്പി ഇവിടെ വരുന്നതെന്ന് അറിയുമോ? എനിക്ക് മടുത്ത് ഇവിടെ. ഞാൻ എന്റെ മക്കളെയും കൊണ്ട് എന്റെ വീട്ടിൽ പോകും. ഡേ, നീ ഏട്ടൻ ഇനി സോനുവിന്റെ കൂടെ കളിച്ചിട്ടുണ്ടെ പറഞ്ഞിരുന്നുണ്ട് കേട്ടല്ലോ. സോനു ഏട്ടൻ എന്താ അമ്മ ഒന്ന് ഗെയിം കളിക്കാൻ സമ്മതിക്കോ? എപ്പോഴും ഒരു ഫോണ് കളി. ഗൗരി, ഇന്നത്തോട് കൂടെ ഒരു കാര്യം തീരുമാനിക്കണം. നീ മക്കളെ മുമ്പിൽ സംസാരിക്കല്ലേ? വാ, നമുക്ക് അടുക്കള ചായ എടുക്കും. ഇതൊക്കെ കുട്ടികളെ മുമ്പ് സംസാരിക്കുന്നു. ഗൗരി, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഏട്ടൻ പല കാര്യമായിട്ട് വരും, അതിനൊന്നും സമ്മതിച്ചു കൊടുക്കരുത് കേട്ടല്ലോ. എന്താ ചെയ്യാ? എന്നെ എങ്ങനെയാക്കിയ എന്റെ ഏട്ടനല്ലേ? അതൊക്കെ പണ്ടത്തെ കഥ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കില്ല മക്കള്. നമ്മുടെ മോള് നാളെ വലുതായ നമ്മളിവിടെ പോകും. ഒരു ബാധ്യതയും തലയിലേറ്റ് പറഞ്ഞല്ലോ. അങ്ങനെയൊക്കെ സംഭവിച്ച ഞാൻ എന്റെ മക്കളെയും കൊണ്ട് വന്നു പോകും. ഏട്ടനെ വിട്ട് എങ്ങനെയാണ് പോവുക? എപ്പോഴൊക്കെ ഇതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഒന്നാലും ഞാൻ Stone, pepper, scissors. Stone, pepper, scissors. Stone, pepper, scissors. Stone, pepper, scissors. Stone. എനിക്ക് സോനേട്ടനെ വിളിക്കണം. നമുക്ക് സോനേട്ടന്റെ അവിടെ സൈക്ലോൺസ് കളിക്കാം. അയ്യോ വേണ്ട, അമ്മ പറഞ്ഞേക്ക് സോനേട്ടന്റെ കൂടെ കളിക്കണ്ടാന്ന്. മോനെ, സാരല്ല, നമ്മുടെ സാഹചര്യം ശരിയല്ല. അച്ഛനും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാ പോകുന്നത്. മോവാ ഇതേ മോനെ നോക്ക്, ഞാൻ ഒന്ന് ശങ്കരേട്ടനെ കണ്ടിട്ട് വരാം. മൗനം നിറയും മനസ്സിൽ മൂകം ഉണരും യാമം. മൗനം നിറയും മനസ്സിൽ മൂകമുണരും യാമം. കനിവാകുമെൻ കിനാവിൽ സായുജ്യമായി ഒരു നാളമായെരിയും. ഗണേശന്റെ കാണുന്നത് പറഞ്ഞത് പ്രശ്നമൊക്കെ സോൾവ് ആയോ? ഒന്നും സോൾവ് ആയിട്ടില്ല ശങ്കരേട്ടൻ. പിന്നെ ശങ്കരേട്ടൻ സഹായിക്കുന്നു വിചാരിച്ചിട്ടൊന്നുമല്ല. അത് പറ്റൂല എന്ന് എനിക്കറിയാം. പക്ഷെ ഷെയർ ചെയ്യാൻ പറ്റില്ലോ. അതിനെ ശങ്കരേട്ടൻ ഒന്ന് കാണും. നിനക്കെന്തോന്ന് അനിയൻകുട്ടിയോട് പറഞ്ഞാ പോരെ? അവൻ വിചാരിച്ച തീരുന്ന പ്രശ്നമുള്ളൂ. ശരിയാ, അവൻ വിചാരിച്ച തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ അത് ശരിയാവില്ല ശങ്കരേട്ടൻ. പരിശ്രമിച്ച് നോക്ക്.
അല്ലേ വേണ്ട, ഞാൻ അവനോട് സംസാരിച്ചോളാം കേട്ടോ. മഴത്തൊന്നും കളിക്കരുത്. എടുക്ക് മനുഷ്യ വണ്ടി. ഹൃദയം ഉരുകും വ്യഥയിൽ മിഴിനീർ നിറയും നിമിഷം. അയ്യോക്കുട്ടിയെ, ആ ഗണേശന്റെ കാര്യത്തിൽ എന്തേ ചെയ്തു കൊടുക്കും. നിങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടവൻ, പാവാണവൻ. ശങ്കരേട്ടൻ ഞങ്ങളെ കുടുംബകാര്യത്തിൽ ഇടപെടണ്ട. എടുക്ക് മനുഷ്യ വണ്ടി. എന്താ മോനെ? അച്ഛൻ വരാൻ പറഞ്ഞോ? ഗീതേ, കണ്ടൂടി, അനിയും കൂട്ടം തന്നതാ. അവ സ്നേഹമുള്ളവനാ. മക്കളെ കഴിക്കണ്ട, ആദ്യം കഴിക്കണേ കേട്ടോ.